ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ആ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി എന്താണ് ഓർക്കുന്നത്, ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ നിങ്ങളെ പറ്റിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ഒരു ടൈം റോസ് റീഡിംഗും ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും എനർജി ആയിട്ട് മാച്ച് ചെയ്യണമെന്നില്ല. സോ നമ്മുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് സ്വീകരിക്കുക. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു എനർജിയാണ് നമുക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ആയിരിക്കാം, നിങ്ങൾ തമ്മിൽ കംപ്ലീറ്റ്ലി ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളെപ്പറ്റി നല്ല ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഇപ്പോൾ ബ്രേക്കപ്പായി ഒരു കണക്ഷൻ ഒന്നും തന്നെയില്ല, പക്ഷേ ഇയാളുടെ ജീവിതത്തിൽ നിങ്ങളായിട്ട് ഭയങ്കര വലിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ ഇത്ര നാളും എന്തായിരുന്നു ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ എൻഡായിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അയാളുടെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാളത് മനസ്സിലാക്കുന്നുമുണ്ട്. അതുപോലെ നിങ്ങൾ അയാളുടെ ലൈഫിലൊരു വലിയൊരു പാഠമായിരുന്നു. അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒരു നല്ലൊരു ലെസണായിട്ട് കാണാനായിരുന്നു അദ്ദേഹത്തിന് ആഗ്രഹം. അതുപോലെ അതാണ് അയാളുടെ ഉള്ളിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു സൊല്യൂഷൻ ഉണ്ട്, നിങ്ങളെല്ലാം കണ്ടു പിടിക്കുന്നു. അതായത് നിങ്ങൾക്കെല്ലാം ഒരു നല്ലൊരു പോസിറ്റീവ് ഒരു ഇമേജ് ആണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കായിരിക്കാം, മടിയായിരിക്കും, എന്തുമായിരിക്കും, നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന തരത്തിലൊക്കെ ആ ഒരു പേഴ്സൺ പറഞ്ഞിട്ട് നിങ്ങൾ അത്രയും വൾഗറായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആയിട്ടൊക്കെ പോയിട്ടുണ്ടാവാം. എങ്കിലും അയാളുടെ ഉള്ളിൽ അയാൾക്കറിയാം നിങ്ങൾ നല്ലൊരു ലൈഫ് ലെസൺ ആയിരുന്നു. കാരണം വെച്ചാൽ നിങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ അയാൾക്ക് പഠിക്കാനുണ്ടായിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ വളരെയധികം വിഷമമുണ്ട്. അയാൾ ആ ഒരു വിഷമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളാണ് അയാളുടെ ലൈഫ് കംപ്ലീറ്റ് ആക്കിയത്. നിങ്ങൾ അതായത് ഒരു പൂർണ്ണതയിൽ നിങ്ങളും അയാളും കൂടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ അയാൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും നിങ്ങളോട്, പക്ഷേ അയാൾക്കൊരു കംപ്ലീറ്റ് ഫീലിംഗ് കംപ്ലീറ്റ് ആയി എന്നൊരു ഫീലായിരുന്നു എപ്പോഴും നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും ഒരു സംസാരിക്കുമ്പോഴും കാണുമ്പോഴൊക്കെ അയാൾക്ക് ഉള്ളിൽ വളരെ സമാധാനമായിരുന്നു. ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടായിരുന്നിരിക്കും നിങ്ങൾ തമ്മിൽ, പക്ഷേ അയാൾ ഉള്ളിൽ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ വഴക്ക് ആസ്വദിക്കുന്നതെന്നല്ല പറഞ്ഞത്, അയാൾ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അയാൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അയാൾക്ക് ഒരുപാട് സമാധാനങ്ങളും അയാളുടെ ജോലി കാര്യത്തിലായിരിക്കാം, ചില അയാളുടെ ലൈഫിലുണ്ടായിരുന്ന എന്തെങ്കിലും ട്രബിളിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ നല്ലൊരു എനർജി ആയിരുന്നു കൊടുത്തിരുന്നത്. അതായത് നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള എനർജിയൊക്കെ അയാൾക്ക് നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ശരിക്കും ഒരു വിഷമവും പിന്നെ അതുപോലെ ഒരു നാണക്കേട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളോട് ചെയ്തതും ഒക്കെ ഓർത്തിട്ട്. വളരെ നല്ലൊരു പേഴ്സൺ ആയിരുന്നു. നിങ്ങളെ കൊണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ഫിഗർ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അയാൾ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ അയാളിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അയാൾക്ക് ലേറ്റായിട്ടും, അതായത് ഇത്രയും വൈകി, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറേ നാളെ, പക്ഷേ അയാൾ ഹേർട്ട് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് അയാൾക്ക് നിങ്ങൾ തമ്മിൽ ആ ഒരു ബന്ധത്തിൽ അയാൾ എത്രത്തോളം മോശമായിട്ട് നിങ്ങളോട് പെരുമാറി എന്നൊക്കെ ഇപ്പോഴാണ് അയാൾ അതിനെപ്പറ്റി, അതായത് വൈകിയാണ് അയാൾ അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അയാളുടെ മൈൻഡിൽ ഓരോ ദിവസവും ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ അയാൾക്ക് എല്ലാ ദിവസങ്ങളിലും ആ ഒരു വേദന അയാളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ നിങ്ങളെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ചെയ്തതിലൊക്കെ അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പക്ഷേ അയാൾ അത് വെളിയിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല, അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ അയാളുടെ ലൈഫിൽ വേണമെന്ന് അയാളിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അയാൾക്ക് അറിയാം നിങ്ങൾ ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. നിങ്ങളും ഇയാളുടെ ഈ ഒരു ബിഹേവിയറൊക്കെ കൊണ്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരുന്നു എന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് നിങ്ങൾ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാനും ഒരു പേടിയുണ്ട്. അപ്പോൾ അയാൾ ആ ഒരു ദുഃഖത്തിലാണ് ഇപ്പോൾ. ശരിക്കും അയാളുടെ മനസ്സിൽ ഇപ്പോൾ എപ്പോഴും നിങ്ങൾ തന്നെയാണ് നിങ്ങളോട് ചെയ്തതും ഒക്കെ ഓർത്ത് അയാളിപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ആ ഒരു സെപ്പറേഷൻ ടൈമിൽ ഇപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസിലും അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റും ഇല്ലാതൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അയാളുടെ ലൈഫ് എങ്ങനെയെങ്കിലുമൊക്കെ ബെറ്റർ ആക്കാനും പുതിയൊരു ജീവിതവും, അപ്പോൾ നിങ്ങൾ തമ്മിൽ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി ഇത്ര നാൾ ഉണ്ടായിരുന്നതൊക്കെ, അതായത് അയാൾ ചിലപ്പോൾ നെഗറ്റീവായിട്ടും നിങ്ങൾ ഒരുപാട് അയാളെ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ അയാൾ തിരിച്ചതുപോലെയൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു ഫീലിങ്സും ഇമോഷൻസിലും നിങ്ങളുടെ പഴയ മെമ്മറീസിലൊക്കെയാണ് ആ ഒരു പേഴ്സൺ ജീവിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ജീവിക്കാൻ അങ്ങനെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് വരാൻ കാരണമെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ കുറച്ചുകൂടെ ബെറ്റർ ലൈഫും അയാളുടെ സ്വപ്നങ്ങളും അതിലോട്ടൊക്കെ പോകാൻ വേണ്ടി അയാൾ കുറേ നോക്കിയിരുന്നു. പക്ഷേ അയാളുടെ മൈൻഡിൽ പഴയ കാര്യങ്ങളൊന്നും അയാൾക്ക് മറക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ആ ഒരു എനർജി നല്ലതുപോലെ അയാൾക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു എനർജീനെ സോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജീനെ അയാളുടെ സോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും അയാളുടെ ഉള്ളിലോട്ടും അയാൾക്കും ആ ഒരു നല്ല ഒരു രീതിയിൽ അത് അയാൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറി അയാൾ പുതിയ ജീവിതം ഉണ്ടാക്കാൻ നോക്കുമ്പോഴും നിങ്ങളുടെ മെമ്മറീസും നിങ്ങളുടെ എനർജീസും ഇതൊക്കെ തന്നെയാണ് അയാൾ വന്ന് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നാളായിട്ട് ഇപ്പോൾ ആ ഒരു രീതിയിലായപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ടും അയാൾ ഹീൽ ചെയ്യാൻ തുടങ്ങി. അയാൾക്ക് മനസ്സിലായി അയാൾ ചെയ്ത കുറ്റങ്ങളും ഒക്കെ അയാൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങളോട് ചെയ്തിട്ടുള്ള ദ്രോഹത്തരൊക്കെ കൊണ്ട് തന്നെ കുറ്റബോധം കാരണം അയാൾക്ക് അയാളുടെ ലൈഫിൽ ഇനി അയാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പോകണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങളോട് ചെയ്ത അതൊക്കെ ഓർത്തിട്ട് അയാളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അയാൾ എന്ത് ചെയ്താലും ഇപ്പോൾ വേറൊരു പേഴ്സണോട് സംസാരിച്ചാലും ചിലപ്പോൾ അയാൾക്ക് നിങ്ങളുടെ ഫേസ് തോന്നാം, അതല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു മെമ്മറി വരും. അങ്ങനെ അതായത് അയാൾക്ക് മൊത്തം എല്ലായിടത്തും നിങ്ങളാണ് ഇപ്പോൾ 24/7 അയാളുടെ തലയിൽ ഇപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. റീസൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളായിട്ട് ഒരുപാട് സന്തോഷം അയാളുടെ ലൈഫിൽ കൊണ്ടുവരും. ഒരുപാട് ട്രബിളുള്ള ആളായിരിക്കാം, ചിലപ്പോൾ ട്രോമാസൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ ഫിനാൻഷ്യലിയും എല്ലാ തരത്തിലും നിങ്ങൾ അയാളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, ഒരു ഫ്രണ്ടിനെ പോലെ ഒരു പാർട്ട്ണറിനെ പോലെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളയാളുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അയാൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ അയാൾക്ക് മറക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഇങ്ങനെ ഡെയിലി അയാളുടെ ലൈഫിൽ അയാൾ എപ്പോഴും അതിനെപ്പറ്റിയൊക്കെ ഓർത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് വളരെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കാം സോഷ്യൽ മീഡിയാസ് വഴിയും അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയൊക്കെ അറിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഇയാൾ വളരെ കൂളായിട്ടൊക്കെ ആയിരിക്കാം ഇയാൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇയാളുടെ ഉള്ളിൽ ശരിക്കും കുറ്റബോധവും എന്താണ് അയാളെ തന്നെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ എല്ലാ തരത്തിലും ഉള്ള ഒരു ഡിപ്രഷൻ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അയാളുടെ മനസ്സിലുണ്ട്. പക്ഷേ മറ്റുള്ളവരത് കാണിക്കാതിരിക്കാൻ അയാൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. നോക്കുമ്പോൾ അയാൾ കൂളും വളരെ ഹാപ്പിയും വളരെ നോർമലായിട്ടും അയാൾ ലൈഫ് എൻജോയ് ചെയ്യുന്ന പോലെയാണ് ഒരു വേറെ തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ വേറെ ആൾക്കെങ്കിലുമൊക്കെ തോന്നുന്നത്. പക്ഷേ അയാളുടെ ഉള്ളിൽ അയാൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് നിങ്ങളെ ശരിക്കും വേണം, നിങ്ങളോടുള്ള ചെയ്ത കുറ്റങ്ങളും അതൊക്കെ ഓർത്ത് ശരിക്കും കുറ്റബോധം ഉണ്ട് ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ. അപ്പോൾ അതോർത്ത് ശരിക്കും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അയാൾ. അപ്പോൾ അതൊക്കെ അയാളുടെ ഉള്ളിലുള്ളത് കൊണ്ട് അയാളെ ശരിക്കും മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടി അയാൾ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും അയാൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ കൂടെ ജീവിച്ചതായിരുന്നു ഒരു നല്ലൊരു ലൈഫ്, നിങ്ങളായിരുന്നു അയാളുടെ ലോകം എന്നൊക്കെ അയാൾക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ട്. അയാളുടെ പ്രോബ്ലം കൊണ്ടും അയാളുടെ എന്താ പറയുക സെൽഫിഷ്നെസ്സും ഈഗോയും ഒക്കെ കൊണ്ടാണ് നിങ്ങളെ അയാൾക്ക് നഷ്ടമായതെന്ന് അയാൾക്കിപ്പോൾ ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ നല്ലൊരു കാര്യം. കാരണം വെച്ചാൽ അയാൾക്ക് അയാൾക്ക് മനസ്സിലായി തുടങ്ങുന്നുണ്ടെന്നല്ല, അയാൾക്ക് മനസ്സിലായി അയാൾ ഇത്രയും നാൾ എന്തായിരുന്നോ അതിൽ നിന്നൊക്കെ അയാളിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെ അയാൾ വാല്യൂ പറയുന്നില്ലെങ്കിൽ അയാൾ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ട്. അയാൾക്കെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്ന് പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അത് തെറ്റും ശരിയും ഒക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് അയാളിപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. പറയാൻ പറ്റും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ബിഗ്ഗസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഒരു ടൈമാണ്. നിങ്ങളുടെ ബന്ധം എന്താ പറയുക ഇത്രയും നാളും ഉണ്ടായിരുന്നതിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ആയിട്ടുണ്ട്. അയാൾക്ക് ഒരു നല്ലൊരു എന്താ പറയുക ഒരു നോർമലി അയാൾ മനുഷ്യന്മാരെ പോലെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, അതായത് നല്ല രീതിയിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ
നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു ലെസൺസ് ആണ് കൊടുത്ത് ഒരു നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അയാളുടെ ലൈഫിൽ നിങ്ങളെ കൊണ്ട് അയാൾക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മളോടിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അയാൾ തിരിച്ചു വരും. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നാളും എങ്ങനെയായിരുന്നു അത്, ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കാർഡിലും നമുക്ക് എൻഡിങ് കാർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ്ലി ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ നിങ്ങൾ പോയ ആ ഒരു പാറ്റേൺ ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി അയാൾ വരുമ്പോൾ അങ്ങനത്തെ ഒരു ഫോമിലല്ല അയാൾ വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു വ്യക്തിയായിട്ടായിരിക്കും അയാൾ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ശരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ട്, നിങ്ങളായിട്ട് ഇനി ഒരു ലൈഫ് അയാൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അയാളുടെ ഉള്ളിൽ നിങ്ങളോട് എന്താ പറയുക, ചിലപ്പോൾ ഉടൻ തന്നെ നിങ്ങളെ കോണ്ടാക്റ്റുള്ള എല്ലാ ചാൻസസും ഉണ്ട്. അയാൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നാണക്കേടും ഒക്കെ ഉണ്ട് അയാൾക്ക് എന്താ പറയുക, നമ്മൾ എല്ലാ കാര്യങ്ങളും അയാൾക്ക് നല്ലൊരു ചേഞ്ച് ആണ്, മനസ്സിലായോ. അയാളുടെ തെറ്റുകളൊക്കെ അയാൾ അക്സെപ്റ്റ് ചെയ്ത് അയാൾ അതിൽ നിന്നും അയാൾ ഹീലായി. അപ്പോൾ നല്ല രീതിയിലൊരു എനർജിയിലോട്ടാണ് ആ ഒരു പേഴ്സൺ വരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു പേഴ്സൺ കോണ്ടാക്ട് ചെയ്യും. നിങ്ങൾ ഇത്രയും നാളും എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാറ്റേൺ പോയത്, അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളോട് സ്നേഹിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയും നല്ലൊരു റിലേഷൻഷിപ്പിലോട്ട് പോകാനുള്ള ചാൻസ് എല്ലാം നമ്മൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.